അമേരിക്കയിൽ നിന്ന് ഒരാലോചന വന്നിട്ടുണ്ട് മോക്ക്. പക്ഷേ നീ എപ്പോഴും കൺവട്ടത്തുണ്ടാവണമെന്ന് അപ്പച്ചന്. അപ്പച്ചൻ കെട്ടിക്കൊണ്ട് പോന്നപ്പോ അമ്മാമ്മയും അപ്പാപ്പനെയും വിട്ടു പോരാൻ അമ്മച്ചിക്ക് വിഷമമുണ്ടായോ? ഉണ്ടാവാണ്ട് പിന്നെ എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? പെൺകുട്ടികളാവുമ്പോ അങ്ങനല്ലേ മോളെ. ഞാൻ പിന്നെ 4 പേരിൽ ഒരുത്തിയായിരുന്നു. അതുപോലാണോ നീ? ഞങ്ങൾക്കെല്ലാം കൂടി നീ ഒന്നല്ലേ ഉള്ളൂ. ഇനി പറയാം. ഇന്ത്യൻ എയർലൈൻസിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. സ്പോർട്സ് കോട്ട കിട്ടിയതാ. അധികം താമസിയാതെ തന്നെ ഓർഡർ വരും. മിക്കവാറും മെഡ്രാസിലായിരിക്കും പോസ്റ്റിംഗ്. കണ്ടോ ഐശ്വര്യമുള്ളവരുടെ കൂടെ കൂടിയപ്പോ സമയം തെളിഞ്ഞത്? ഏട്ടാ കണ്ടാലും മതി. എന്താ പിടിച്ചില്ലേ? പിന്നെ ഇത് മാറ്റി ഇത് അയ്യേ ഏയ് എൽസമ്മേ, ആ ബാസ്കറ്റ്ബോൾ കോച്ചുമായിട്ട് കോഫി ഹൗസിൽ കണ്ടല്ലോ. എന്താ കാര്യം? കോഫി ഹൗസിൽ പോകുന്നത് എന്തിനാ? അത് കാപ്പ് കുടിക്കാനാ. പക്ഷെ ഇതല്ല. മുൻപും പലയിടത്ത് വെച്ച് നിങ്ങൾ രണ്ടാളെയും പലരും ഒരുമിച്ച് കണ്ട റിപ്പോർട്ട് എന്തെങ്കിലുണ്ട്? എന്നെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ശേഖരിക്കാൻ ജോയിച്ചിനെ ആരാ ചുമതലപ്പെടുത്തിയത്? അതന്നെ എൽസമ്മേ നീ അങ്ങനെ ചോദിക്കുന്നേ? എനിക്ക് നിന്റെ ആങ്ങളുടെ സാധനമില്ലയോ? നാളെ കൊച്ചപ്പം വിളിച്ച് ചോദിക്കും, നീ ഈ നാട്ടിലുണ്ടായിട്ട് ആനോടാ ജോയിക്കുട്ടി ഇങ്ങനെയൊക്കെയെന്ന്. എനിക്ക് ഉത്തരം മുട്ടാൻ പറ്റുകയല്ല. ആങ്ങളുടെ സ്ഥാനമൊക്കെ സമ്മതിച്ചു, പക്ഷെ കൂടുതൽ ഭരിക്കാൻ വരരുത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. പ്ലീസ്. നീ അറിഞ്ഞിട്ട് എത്ര ദിവസമായി? 5-6 ദിവസമായി. എന്നിട്ട് എന്താ ഇതുവരെ പറയായിരുന്നു? അത് പെട്ടെന്ന് കൊച്ചപ്പൻ അറിഞ്ഞാൽ ചിലപ്പോ. കൊച്ചപ്പ, ഞാൻ കൂടെ വരാം. എന്റെ മോളെ, നീ ഇതെന്നാ ഭാവിച്ചോണ്ടാ? അപ്പച്ചനെങ്ങാനും അറിഞ്ഞ ദേഷ്യം വന്നാ പിന്നെ മേലും കീഴും നോക്കാത്ത പ്രകൃത കറിയാച്ചന്റെ. അന്നക്കുട്ടി, അവളെന്തേ? അങ്ങോട്ട് വരാൻ പറ. അപ്പച്ചൻ ജീവിക്കുന്നത് അപ്പച്ചന്റെ മോക്ക് വേണ്ടി മാത്രം. 4 പേരുടെ മുമ്പിൽ അപ്പച്ചന്റെ തല കുനിയാൻ മോളട വരുത്തോ? അപ്പച്ചന്റെ മോളല്ലേ? അങ്ങനെ ചെയ്യൂല, എനിക്കറിയാം. മോക്ക് അബദ്ധം പറ്റിയല്ലേ? സാരമില്ല, പോട്ടെ. അപ്പച്ചൻ ക്ഷമിച്ചു. പോട്ടെ പോട്ടെ പോട്ടെ. മറന്നേര്. അങ്ങനൊരാശ തോന്നിയത് അപ്പച്ചന്റെ മോള് മറന്നേര്. സാരമില്ല, പോട്ടെ. കരയണ്ട. ഇനി ഓരോന്ന് കുത്തി കുത്തി ചോദിച്ച് അവളെ വിഷമിപ്പിക്കരുത് ആരും. അവളെല്ലാം മറന്നു. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടി വന്നേ.
മത്തായി കുഞ്ഞിനെ ഒന്ന് കാണണം. മുമ്പ് പറഞ്ഞ ആലോചനയോ നീ അതിനേക്കാൾ മെച്ചമുള്ളതുണ്ടെങ്കിൽ അതോ അവള് ഒക്കെ സമ്മതിച്ച മട്ട് നിന്നെങ്കിലും പെണ്ണിന്റെ മനസ്സളവേ. ഏതായാലും നോയമ്പ് വീടി കഴിഞ്ഞാൽ പിന്നെ താമസിക്കരുതെന്ന് മത്തായി കുഞ്ഞോട് പറയണം. ചെല്ല്. ഞാനൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പച്ചനോട് ചോദിച്ചിട്ട് പോ. അപ്പച്ചൻ പുറത്തു പോയിരിക്കുക. പോയിട്ട് വേഗം വരണേ മോളെ. ഞാൻ മറുത്തൊന്നും പറയാതിരുന്നതുകൊണ്ട് എന്റെ മനസ്സ് മാറിക്കോളും സമാധാനിച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കറിയാം അപ്പച്ചന് ഇനി എന്നെ കോളേജിലേക്ക് വിടില്ല. എത്രയും പെട്ടെന്ന് ആരുടെങ്കിലും കൂടെ എന്നെ. ഞാൻ വന്ന് അപ്പച്ചനോട് സംസാരിക്കണോ? വേണ്ട, അത് കൂടുതൽ വഷളാക്കുകയുള്ളൂ. എൽസമ്മയ്ക്ക് ധൈര്യക്കുറവ് തോന്നുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഞാനില്ലേ. അവിടെ നിന്ന് പള്ളിയിൽ പോയല്ലേ? ഞാൻ അറിയാതെ ഇവിടെ എങ്ങും പോകാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? നീ ഇവിടെ പാടിക്ക് പുറത്ത് കിടന്നാൽ മിസ്റ്റർ ജോൺസൺ, ഒരു മിനിറ്റ്. യു കണ്ടിന്യൂ. കറിയാച്ചൻ എന്ന് പറയും. എൽസമ്മയുടെ അപ്പനാ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ കുട്ടികൾക്ക് പല ചാവല്യങ്ങളും തോന്നും. ഒരു പെൺകുട്ടിയല്ലേ. എന്റെ മോടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഗുരുവിന്റെ സ്ഥാനമാണല്ലോ. പറഞ്ഞു തിരുത്തുകയും പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ട മര്യാദയില്ലേ? ശ്രമിക്കാഞ്ഞിട്ടല്ല, ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ മനസ്സിലങ്ങ് ഉറച്ചുപോയി. ഇനി വേണ്ടെന്ന് നോക്കിയാൻ ബുദ്ധിമുട്ടാ. ആർക്ക്? രണ്ടുപേർക്കും. അപ്പൊ ഇനി പന്തൽ കെട്ടി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ആഘോഷമായിട്ട് ഞാനത് നടത്തി തന്നാ മതി. നല്ല മനസ്സോടെ ഞങ്ങൾ അനുഗ്രഹിക്കണം. എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മുമ്പ് കൈ എത്തുമെന്ന് നോക്കണ്ടടാ കൊച്ചനെ. നിന്റെ തന്തെന്നല്ല ആരാ നിനക്കറിയോ? പള്ളിവാതൊക്കെ കറിയാച്ചന്റെ മോള് തെരുവഴിയിലെങ്ങാണ്ട് പെറ്റുവീണ കണ്ട തെണ്ടിച്ചെറുക്കിനെ പ്രേമിക്കാനുള്ളതല്ല. ഒരു കാര്യം, എൽസമ്മയുടെ അപ്പച്ചനാണെന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയാ. കുറച്ചുകൂടി മാന്യമായ ഭാഷ സംസാരിക്കണം. ഒന്നും അറിയാൻ വയ്യാത്ത എന്റെ മോളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച് നിന്നോട് ഇനി ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? ആരോരും ഇല്ലാത്തവനാന്ന് അറിഞ്ഞിട്ടും എൽസമ്മയ്ക്ക് എന്നോട് താല്പര്യം തോന്നി. അതുകൊണ്ട് എന്റെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിലേ അന്തസ്സായിട്ട് തന്നെ ഞാൻ അവളെ പൊറപ്പിക്കും. ഉടനെ വന്നേക്കണം. പോയിട്ട് എന്താ കൊച്ചപ്പ? അവൻ രണ്ടും കൽപ്പിച്ച മട്ടാടാ. നാട്ടുകാരെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. എന്താ ഇപ്പൊ ചെയ്യുക? തൽക്കാലം നീ ഇന്നിവിടെ നിൽക്ക. ഞാൻ നിന്ന ശരിയാകല.
എഴുന്നേറ്റ് നടക്കാൻ കാലിന് ശേഷി ഉണ്ടെങ്കിൽ നാളെ ഈ കരയിൽ കണ്ടുപോരുത്. എന്താണ് ഇങ്ങനെ വല്ല ആശയം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ആദ്യം താനത് എന്നോടല്ലേ പറയേണ്ടിയിരുന്നത്? അതിവിടം വരെ കൊണ്ടെത്തിച്ച് വഷളാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പറയേണ്ടതുപോലെ ഇണക്കത്തിൽ പറഞ്ഞാൽ കറിയാച്ചേട്ടന് കാര്യങ്ങൾ മനസ്സിലാവും. എത്ര കൊല്ലമായിട്ട് അറിയുന്നതാ ഞാൻ. ഏതായാലും അങ്ങേരോട് ഞാനൊന്ന് സംസാരിക്കട്ടെ.